നമ്മൾ വെറ്റിനറി കോളേജിൽ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇത് കടുവയാണ് സാധ്യതയുണ്ട്. അതിൻ്റെ മുറിയുടെ ആഴം നോക്കിയിട്ട് പറഞ്ഞു ഇത് കടുവയാണ്. പിന്നെ നമ്മളെ പശുവിനെ പിടിക്കുന്ന അതേ ദിവസം രാത്രി ഒരു 7 മണിയാകുന്ന സമയത്ത് ഈ താഴത്തെ കുണ്ടടിന്ന് താഴത്തെ അവർ കണ്ടു. അതിൻ്റെ ശേഷമാണ് അത് വന്നിട്ട് നമ്മൾ വന്ന് കയറി വന്നത്. ഇവിടുന്ന് വലിച്ചോണ്ട് പോയല്ലേ? അതെ അതെ, വലിച്ചു കൊണ്ട് പോയ ഇവിടുന്ന് കടിച്ച് അവിടുന്ന് കൊന്നു. അവിടെയാണ് ആദ്യം ഫസ്റ്റ് ബ്ലഡ് ഉണ്ടായത്. എവിടെ? ഇവിടെ ഈ മരത്തിൻ്റെ. എന്നിട്ട് അതിലെ കാപ്പിത്തോട്ടത്തിൻ്റെ അടി കൂടെ അങ്ങനെ കൂടെ കൊണ്ടുപോയില്ലേ? അവിടെ അതിൻ്റെ അത് കാണുന്ന ആടല്ലേ? ഇത് ആടല്ലേ? അതെ 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 അതെ. അതിലെ ചോലനായ്ക്കളൊക്കെ വരും. ആണല്ലേ? ആ കൽപ്പുരക്കാരൻ ആ മൂലയിൽ നായനെ എന്തിനാ പിടിച്ചു നിന്നിട്ട് അപ്പിട്ട് വെച്ചിരിക്കുന്നു. എവിടെ? അത് അവിടെ വെള്ള കളറുണ്ടോ? അവിടെ സിമെന്റ് കലക്കി പറഞ്ഞവരുണ്ടോ? എവിടെയാ സ്ഥലം? അത് കൽപ്പൂരാണ് ആ പൊക്കത്ത് കാണുന്നത്, അതിൻ്റെ ആ മൂലയിൽ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. എൻ്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. 2-3 ദിവസമായിട്ട് സൗണ്ട് തീരെ ക്ലിയർ ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ പക്ഷേ നമുക്ക് എപ്പിസോഡുകൾ എടുക്കേണ്ടത് കൊണ്ട് മാത്രം 2 ദിവസം നമ്മൾ ഒരു റെസ്റ്റ് ഇട്ടിട്ട് വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്, ആദ്യം തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരുന്തട്ട നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച ഒക്കെ ആയിട്ട് കടുവയുടെ ശല്യം കാരണം വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു പ്രദേശമാണ്. 1-2 പശുക്കളെ ആ ഒരു പ്രദേശത്ത് ഈ ഒരാഴ്ചക്കുള്ളിലൊക്കെ പിടിച്ചു. അതിൽ രണ്ടാമത് പിടിച്ച പശുവിനെ പിടിച്ചത് കടുവയാണെന്നുള്ള രീതിയിൽ സ്ഥിരീകരണം വന്നു. ആദ്യം അത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു, പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് ആ പശുവിനെ പിടിച്ചത് കടുവയാണെന്നുള്ളത് പിന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാമറയിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. അന്ന് ആ വിഷ്വലിൽ നമ്മൾ കണ്ടിരുന്നു അവിടെ കടുവേനെ പിടിക്കാനായിട്ട് അവിടെ ട്രാപ്പും കാര്യങ്ങളൊക്കെ കെണി വെച്ചിട്ട് കെണിക്കകത്ത് ആ പശുവിൻ്റെ ജഡം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ലായിരുന്നു. ഞാനിപ്പോൾ ഏതായാലും ആ പ്രദേശത്താണുള്ളത്. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിന് ശേഷം നമ്മൾ മുകളിൽ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള പ്രദേശത്താണ് പെരുന്തട്ടയൊക്കെ ഉള്ളത്. അപ്പോൾ ആ പെരുന്തട്ടയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു പ്രദേശം, അതായത് ആ കൂട് വെച്ചിരിക്കുന്ന സ്ഥലമൊന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മളന്ന് ഈ ഒരു റിസോർട്ടിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ആ ഒരു കടുവയുടെ കെണി വെച്ചിരിക്കുന്ന പ്രദേശം, അതുപോലെ തന്നെ കടുവ പശുവിനെ പിടിച്ചിട്ടിരിക്കുന്ന ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കണ്ടത്. നമുക്ക് താഴേക്ക് പോകാനായിട്ട് അന്ന് സാധിച്ചില്ല, ഇന്നും സാധിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നമ്മളിപ്പോൾ ഈ പ്രദേശത്താണുള്ളത്. നമ്മളന്ന് ആ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു കടുവ പശുവിനെ ഓടിച്ചിട്ട് പശുക്കൾ ചെതറി ഓടുന്നൊരു രംഗം നമ്മൾ കണ്ടിരുന്നു. ആ ഒരു രംഗം ഈ ഒരു ക്യാമറയിൽ നിന്നാണ് കിട്ടിയത്. അന്ന് ആ ക്യാമറ ഈ ഒരു സൈഡിലേക്ക് തിരിഞ്ഞായിരുന്നു ഇതിനെ. ഇന്നിപ്പോൾ ആ സൈഡിലേക്ക് തന്നെ ആ ക്യാമറയുണ്ട്. നമ്മളന്ന് ആ കണ്ട ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് കണ്ട ഒരു ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുധീഷ്. അപ്പോൾ ഇതിപ്പോൾ 2-3-4 ദിവസമായില്ലേ സംഭവം നടന്നിട്ട്? അന്നത്തെ സംഭവം എന്താ ഈ പശുവിനെ വെച്ചിട്ട് ഇപ്പം എന്താ ഈ സ്ഥിതി? പശുവിനെ വെച്ചിട്ട് അത് പിറ്റത്തെ ദിവസമാണ് അവർ പശുവിനെ വെച്ചത്. അത് പിന്നെ കൂടിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് പിന്നെ കഴിവ് വന്നില്ല. അതിൻ്റെ അത് കടിച്ചതിൻ്റെ പിറ്റേ ദിവസം വന്നു അതിൻ്റെ തലയും പിന്നെ കൈയിൻ്റെ ഒരു ഭാഗമൊക്കെ കടിച്ച് തിന്നിട്ട് പിന്നെ അതിന് ശേഷമാണ് കൂട് വെച്ചത്. അന്ന് നോക്കുകയാണെങ്കിൽ കിട്ടുമായിരുന്നു. പിറ്റത്തെ ദിവസം വെച്ച് പിന്നെ അതിൽ കുടുങ്ങിയില്ല, പിന്നെ വന്നിട്ടില്ല. പിന്നെ അതിനെടുത്ത് മാറ്റി, പശുവിനെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ആടിനെ വെച്ചേക്കാം അല്ലേ? അതെ അതെ. അതാ ഇപ്പം ഇടയ്ക്ക് ആടിൻ്റെ കരച്ചിൽ കേൾക്കാം അല്ലേ? അപ്പോൾ ആ CCTV വിഷ്വൽസിൻ്റെ അകത്ത് കടുവ കാര്യം ഒച്ച വെക്കാം. അപ്പോൾ ഇവരുടെ ക്യാമറ കിട്ടിയെന്നാണ് പറഞ്ഞത്. കടുവയുടെ കിട്ടിയിട്ടുണ്ടോ? ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ആണല്ലേ? അല്ല, കടുവയാണ് സ്ഥിരീകരിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ വാർത്ത വന്നായിരുന്നു. ഫോറസ്റ്റിൻ്റെ ആൾക്കാർ സ്ഥിരീകരിച്ച പോലില്ല, സ്ഥിരീകരിച്ചിട്ടുണ്ടാവുമായിരിക്കും, അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ആണല്ലേ? പക്ഷെ കടുവയാണെന്നാണ് സൗണ്ടിൽ നിന്നും ക്ലിയർ ആണല്ലേ? അതെ അതെ, കടുവയാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ ഇതിന് മുന്നേ എങ്ങനെ കടുവേനെ പുലിനെ എന്തിനെ ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇല്ലല്ലേ? ഇപ്പം എത്ര നാളായിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട്? ഞാനിവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീടല്ലേ? ഇപ്പോൾ വർക്ക് തുടങ്ങിയിട്ടൊരു 2 ആഴ്ചയായിട്ട്. ആണല്ലേ?
അല്ല ഈ പെരുന്തട്ട ഭാഗത്ത് ഇത് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, വലിയൊരു പ്രശ്നമല്ല. കോഫി ബോണ്ടിന്റെ സ്ഥലമാണ്, ഫോറസ്റ്റിന്റെ അണ്ടറിലുള്ള കോഫി ബോണ്ടിന്റെ സ്ഥലം. മരങ്ങളൊന്നും വെട്ടാൻ പറ്റില്ല, അങ്ങനെ ഫുള്ളായിട്ട് കാട് കൂടി തന്നെയാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഈ വർക്ക് മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ പിന്നെ അങ്ങനെ ആൾപ്പെരുമാറ്റമൊക്കെ വളരെ കുറവാണ്. അതെ അതെ. അപ്പോൾ മറ്റേ പശുവിൻ്റെ ജഡം കുഴിച്ചിട്ടല്ലേ? അതെ അതെ അതെ, അത് സ്മെല്ല് വന്നുകൊണ്ട് പിന്നെ കുഴിച്ചിട്ടു. അതല്ലേ, പിറ്റേ ദിവസം തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയാനല്ലേ? ദിവസം വന്നിരുന്നു. അത് ഈ ഫോറസ്റ്റുകാരെ ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞാൽ, അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ആണല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ അപ്പം ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കുറേ തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പം എങ്ങനെ കാപ്പി പറിക്കാൻ വരുന്നുണ്ടോ? ഇല്ല, അവരന്ന് പോയതാ. നിർത്തിയില്ല. അവര് 2 സ്ത്രീകളുണ്ടായിരുന്നു, അവർ വന്ന് രാവിലെ കാപ്പി പറിക്കാൻ. അവരാ രാവിലെ കണ്ടതല്ലേ? അവർ കണ്ടിട്ട് പേടിച്ച് ഓടിയതാണ്. പിന്നെ അവർ വന്നിട്ടില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാപ്പി പറിക്കുന്ന സമയമാണല്ലോ അല്ലേ? അതെ അതെ അതെ, ഇവിടെ കാപ്പി പറിക്കാനുണ്ട്, പിന്നെ പറിച്ചിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് പോയിട്ട് കാണുന്നത് ഇത്. ഈ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെയായിരുന്നു ആദ്യം ഇരുന്നത്? ഇത് ഇപ്പോഴുള്ള പൊസിഷനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞങ്ങളിവിടെ വർക്ക് തുടങ്ങിയപ്പോൾ പിന്നെ അവിടുന്ന് സാധനങ്ങൾ ആരെങ്കിലും എടുത്തു കാണാലോ എന്ന് വെച്ചിട്ട് അത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചതാ. ഒരു 2 ദിവസം മുമ്പേ, ഈ കടുവ വന്നതിന് 2 ദിവസം മുമ്പേ അങ്ങോട്ട് തിരിച്ചില്ല. ക്യാമറ ഈ ഭാഗത്തേക്കാണെങ്കിൽ കറക്റ്റ് കുടിക്കാനല്ലേ. ഇവിടെ നല്ല ശരിക്കും പശുവിനെ പിടിച്ച. അതെ അതെ അതെ, ഇവിടെ ഉണ്ടായത് പശു ഇവിടെയാണ് വലിച്ച് വെച്ച് കൊണ്ടായ പാടൊക്കെ ഉണ്ടായത്. അതിന്റെ കൂടെ ഉണ്ടായ ഒരു പശു ഇതിലെ ഓടുന്ന വീഡിയോ ഉണ്ട്. ഇതിലെങ്ങനെ വലിച്ചിറങ്ങി ഇവിടുന്ന് കൊന്ന് നേരെ അതിലെ വലിച്ചങ്ങ് കൊണ്ടുപോയതല്ലേ? ഇവിടുന്ന് വലിച്ചോണ്ട് പോയല്ലേ? അതെ അതെ, വലിച്ചു കൊണ്ടുപോയ. ഇവിടുന്ന് കടിച്ച് അവിടുന്ന് കൊന്നു. അവിടെയാണ് ആദ്യം ഫസ്റ്റ് ബ്ലഡ് ഉണ്ടായത്. ഇവിടെ ഇതിവിടെ ഈ മരത്തിൻ്റെ. എന്നിട്ട് അതിലെ കാപ്പിത്തോട്ടത്തിന്റെ അടി കൂടെ അങ്ങനെ കൊണ്ടുപോയില്ലേ? ഇപ്പൊ ഈ കൂടിയിരിക്കുന്നത് എവിടെയായിട്ടാ? രണ്ടാമത് കൂട് മാറ്റിയോ? സ്ഥലം മാറ്റിയോ? അവിടെയുള്ള ആ ഭാഗത്തുള്ള താഴെയാ? നമ്മൾ ഫോറസ്റ്റുകാർ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞതാണല്ലേ? അല്ല പോകണ്ട. അവിടെ ഉണ്ട്, അവിടെ ഒരു കുളം ഉണ്ട്. അവിടെ ഫുള്ള് അങ്ങനെ നല്ല തണുത്ത ഒരു സ്ഥലമാണ്. ഈ ഭാഗത്തിന് ഉണ്ടാവും എന്നാണ് പറയണേ. ആണല്ലേ? കാപ്പിയൊക്കെ പഴുത്ത്. അതെ അതെ അതെ, അവിടെ അതിൻ്റെ അത് കാണുന്ന ആടല്ലേ? ഇത് ആടല്ലേ? അതെ 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 അതെ. ഇത് ആനപ്പാറ ലക്കിടിയൊക്കെ ഉള്ള ഇതേ സാധനം തന്നെയാണ്. ആണല്ലേ? ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പണിയെടുക്കുമ്പോഴാണേലും വലിയ ഇല്ല. ഞങ്ങൾക്ക് ആദ്യമൊക്കെ രാവിലെ, ഇപ്പം മഞ്ഞല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂല. രാവിലെ വരുമായിരുന്നു. ഇപ്പൊ സാധാരണ മോളിൽ നിന്നാണ് നടന്നിരുന്നത്? അല്ല, ഞാൻ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വരിക. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് രാവിലെ വരാനൊരു പേടിയുണ്ട്. ഇപ്പൊ കുറച്ച് നേരം വൈകിട്ടാ വരുന്നത്. ഇവിടെ ആരും താമസമില്ല? ഇത് ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ ഇതുവരെ ഇപ്പൊ പിന്നെ പോയിട്ടില്ല. പിന്നെ പകല് എങ്ങനെ? ഇത് ഏകദേശം ഒരു 5-6 മണി ആ ടൈമിലൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവണം. അല്ലേ? പക്ഷെ കൂട് വെച്ചതിന് ശേഷം പിന്നെ കണ്ടില്ലല്ലേ? ആ കുളത്തിലൊക്കെ ശരിക്കും വരുന്നുണ്ടാവും അല്ലേ? വെള്ളം കുടിക്കാൻ വരും ഇവിടെ. അതിന് പറ്റിയ കാലാവസ്ഥ ഇവിടെ. അതെ അതെ അതെ, ആരും ശല്യപ്പെടുത്താനും ഇല്ല ഇവിടെ. ഇപ്പം ഞങ്ങൾ ഈ വന്ന ഈ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് അല്ലേ? ഇതിപ്പോൾ ഞങ്ങൾ 2 ആഴ്ചയായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പേ ഇതിവിടെ ഭയങ്കര സൈലന്റ് ഏരിയ അല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു കടുവയുടെ ശബ്ദം ഈ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഹോം സ്റ്റേയിലെ CCTV ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ശബ്ദം ഒന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾക്ക് കേട്ടിട്ട് ഈ കടുവയുടെ ശബ്ദത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? 100% അത് കടുവ തന്നെയാണ്. മാത്രമല്ല അത് കടുവയാണെന്നുള്ളത് സ്ഥിരീകരണവും വന്നു. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ശബ്ദത്തിന് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടു, കടുവയുടെ സൗണ്ട് നമ്മൾ കേട്ടു. അതേപോലെ തന്നെ നമ്മൾ ആ പ്രദേശം കണ്ടു. അവിടെ ഇപ്പോൾ കടുവനെ പിടിക്കാനായിട്ട്, കൂട്ടിലാക്കാനായിട്ട് കൂട് വെച്ചിട്ട് ആദ്യം ആ പിടിച്ച പശുവിനെ തന്നെ ഇട്ടിരുന്നു. 3 ദിവസമായിട്ടും അതിൻ്റെ അകത്ത് കയറാതെ വന്നതോടുകൂടി പശുവിനെ മാറ്റി ഇപ്പോൾ ആടിനെ കെട്ടിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. ഇങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തെ ഒരവസ്ഥയുള്ളത്.
അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുമ്പോൾ ഈ ഒരു പ്രദേശം കണ്ടാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പ്രദേശം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ തേയിലത്തോട്ടങ്ങളായിരുന്നു. ഈ ഒരു തേയിലത്തോട്ടം ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ മുഴുവനും കാട് പിടിച്ച ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ജീവി ഇതിൻ്റെ അകത്തോടെ നടന്നാലും ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതിൽ നടക്കുന്നവർ തന്നെ വളരെ പേടിച്ച് ആണ് നടക്കുന്നത് എന്നാണ്. ഇപ്പം നമ്മൾ പല എപ്പിസോഡുകളിൽ ഈ ഒരു പ്രദേശം നമ്മൾ കാണിച്ചു. ഈ ഒരു പ്രദേശം പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്, കുറേ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ഉണ്ട്, മുഴുവൻ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണം. ഇത് കണ്ടോ, ഇതൊക്കെ തേയില ഉണ്ടായിരുന്ന പ്രദേശമാണ്. ഇവിടേക്ക് ഇപ്പോൾ മരമായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ 1-2 പ്രാവശ്യമൊക്കെ വെട്ടി തെളിച്ചുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇതായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു താഴെ ഭാഗത്തേക്കൊക്കെ ഭയങ്കര കാടാണ്. അതിൻ്റെ താഴെ ഭാഗത്താണ് ഈ പശുവിനെ കടുവ പിടിച്ചത്. നമ്മൾ ഇപ്പോൾ അതിന് തൊട്ട് മുകളിലായിട്ടുള്ള പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ യാദൃശികമായിട്ട് നമ്മുടെ വേലായുധൻ ചേട്ടനെ ഇവിടെ വെച്ച് കണ്ടു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വേലായുധൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേലായുധൻ ചേട്ടനെ നിങ്ങൾക്ക് ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്തായാലും അറിയാൻ സാധ്യതയുള്ളവരാണ്. നമ്മുടെ ചാനലിൽ 1,00,000 മേലെ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നത്. വീഡിയോയുടെ ലിങ്ക് ഞാനിതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം. ഏതായാലും കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. ഏതായാലും വേലായുധൻ ചേട്ടനെ ഇവിടുന്ന് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇത്തരം വിഷയമൊക്കെ ഈ ഒരു പ്രദേശത്ത് നടക്കുമ്പോൾ ഭയങ്കര റിസ്ക്കിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. വേലായുധൻ ചേട്ടൻ നമ്മുടെ അന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ച പോലെ ആ ഒരു ബ്യൂബിൾ വെച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഓർക്കുന്നുണ്ടോ? വന്നല്ലേ വീട്ടിൽ വന്നേ? വീട്ടിൽ വന്നു. അന്ന് വീട്ടിൽ വന്നില്ലേ എടുക്കാനായിട്ട്? സുഖമാണോ? ഓ സുഖം ആണല്ലേ. ഇന്നലെ ഒരു 5-6 കെട്ട് ചപ്പേരിയിട്ട് ചപ്പ് വെട്ടാൻ പോയിട്ട് ഭയങ്കര ക്ഷീണമെന്ന്. അപ്പം ഒന്ന് ഇവിടെ ആട് കളിച്ചു. ഞാൻ അതിലൊക്കെ പോയി വന്നത്. ആടാത് ചേട്ടൻ ആടത്? ആടാണ്. അയ്യോ അങ്ങ് മുകളിലെത്തി അങ്ങ് എത്തിയില്ലോ. അല്ല ഞാനിപ്പോൾ അവിടുന്ന് കുറച്ച് തെളിച്ചു കൊടുന്നു. അവിടെ താഴെ ഉണ്ടല്ലോ, താഴെ കുറച്ച് ഇവിടെ കൊണ്ടാക്കി എല്ലാത്തിനും തെളിച്ച് കൊണ്ട് കൊണ്ടുവരാം. അല്ല താഴെ ഉണ്ടല്ലോ. അതാ അല്ല അതാടല്ല, ആടല്ല, ചാക്കാണ്. ചാക്കാണോ? ഇതിപ്പോൾ ഇനി എങ്ങനെ അതിന് താഴെ എത്തിക്കും? ഒന്ന് വിളിക്കട്ടോ. ഇനിയിപ്പോൾ അവിടെ കയറിയോന്നൊരു സംശയമുണ്ട്. എത്ര ആടുണ്ട് ഇപ്പം? 34. നേരം പോയിട്ട് വിട്ടതേ, ഈ വെയിലത്ത് തിന്നാൻ കഴിയില്ല. അങ്ങനെ ഒച്ച ഏൽപ്പിച്ചാൽ തന്നെ തിരിച്ചു വരുമോ? വരുന്നുണ്ടല്ലേ, താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതുണ്ടോ ആ വെളുത്ത കളർ കാണുന്നതാണ് ചേട്ടൻ്റെ ആട്. 3 കാണുന്നുള്ളൂ, 6 കാണണം. അവിടെ ആ ഷവർമ്പ് കയറി കഴിഞ്ഞാൽ വലിയ പാടാ. ആണല്ലേ? കയറിയോ സംശയമുണ്ട്. എവിടെയാ? അവിടെ അങ്ങോട്ട് മോളിൽ കയറിയല്ലോ. അതിലെ ചോലനായ്ക്കളൊക്കെ വരും. ആണല്ലേ? ആ കൽപ്പുരക്കാരൻ്റെ ആ മൂലയിൽ നായനെ എന്തിനാ പിടിച്ചിരുന്നിട്ട് അപ്പിട്ട് വെച്ചിരിക്കുന്നു. എവിടെ? അത് അവിടെ വെള്ള കളറുണ്ടോ, അവിടെ സിമെൻറ്റ് കലക്കി പറഞ്ഞവരുണ്ടാവും. എവിടെയാ സ്ഥലം? അത് ആ കൽപ്പുരാണ് ആ പൊക്കത്ത് കാണുന്നത്. അതിൻ്റെ ആ മൂലയിൽ അവിടെ നായൻ്റെ ഒരു നായനൊക്കെ പിടിച്ചിട്ട് ശരിയാക്കുന്നു. ചോലനായ്ക്കളാണ്. ആണല്ലേ? ചോലനായ്ക്കൾ പിടിക്കും. അതിൻ്റെ അവശേഷം കിടപ്പുണ്ട്. രോമും എല്ലും ഒക്കെ ഉണ്ട്. എല്ലൊക്കെ ഉണ്ടോ? അതെവിടെയായിട്ടാ? ചെറിയ എല്ലും കഷ്ണം. അത് അവിടെ തന്നെ റോട്ടിൽ. നമ്മൾ ഈ റൂട്ടിൽ കൂടെ റൂട്ടിൽ കൂടെ പോയാൽ മതി. അവിടെ കാണാം രോമൊക്കെ. കറക്റ്റ് എവിടെയായിട്ടാന്ന് പറ? ഈ തെങ്ങൊക്കെ കാണുന്നില്ലേ, അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് അങ്ങനെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വെള്ള കളറായിട്ട് ഇങ്ങനെ കാണാം. വെള്ള കളറായിട്ട് അതിനകത്തുണ്ട് രോമും എല്ലും ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ? അത് പുലി പിടിച്ചല്ല, അത് ചോലനായ്ക്കളെ പിടിക്കും. ചോലനായ്ക്കളല്ലേ? എല്ലാ സാധനവും ഉണ്ടല്ലോ ഇവിടെ. എല്ലാ സാധനവും ഉണ്ട്. മലമ്പാമ്പുണ്ട്, ചോലനായ്ക്കളുണ്ട്, പുള്ളിപ്പുലി, കരിമ്പുലി. കരിമ്പുലിപ്പോൾ ഒന്നുമില്ല, ഇവിടുന്ന് പിടിച്ചതാ. ആണല്ലേ? 97 പിടിച്ചതാണ് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ വേലായുധൻ ചേട്ടനെ ഒന്നുകൂടെ കണ്ടിരിക്കുകയാണ്. നമ്മൾ 1-2 മാസം മുന്നേ നമ്മളെല്ലാവരും കണ്ട ഒരു എപ്പിസോഡാണ്. ഏതായാലും വേലായുധൻ ചേട്ടനെ നമ്മൾ ഒന്നും കൂടെ കാണാനായിട്ട് മറ്റൊരു ദിവസം വരുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ ഒരു സതീഷ്. ചേട്ടൻ്റെ പശുവിനെ അല്ലേ കഴിഞ്ഞ ആഴ്ച ഉപദ്രവം നടത്തിയ സമയത്ത് നടത്തിയല്ലേ? അതെന്താ നഷ്ടപരിഹാരം കിട്ടിയോ? ഇല്ല, നഷ്ടപരിഹാരം നമ്മൾ എഴുതി കൊടുത്തിട്ടേ ഉള്ളൂ.
പിന്നെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, പ്രൂഫൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ ആയിട്ടില്ല. അത് ശരിക്കും പിടിച്ചാൽ അങ്കമാടിയിലൊക്കെ ആ സ്ഥലത്ത് അങ്കലവാടി സൈഡിലാണ് പിടിച്ചിരുന്നത്. എത്ര പശു ഉണ്ടായിരുന്നു ചേട്ടന്? നമുക്ക് എനിക്ക് നിലവിൽ 4 ഉണ്ടായിരുന്നു. ഞാൻ ഈ പുലിയെ പേടിച്ചുകൊണ്ട് പിന്നെ ആദ്യം 2 ഞാൻ കൊടുത്തു കളഞ്ഞത്, പിന്നെ 2 നിലനിർത്തിയതായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒന്നിനെ പിടിച്ചിട്ടുള്ളത്. ഒരെണ്ണുണ്ട്. വലിയ ബുദ്ധിമുട്ടല്ലേ ഇവിടെ പശു? ഇപ്പോൾ ഇത് ഒരു 1.5 കൊല്ലമായി ഇപ്പോൾ പിന്നെ ഈ പുലിശല്യം ഇവിടെ കൂടിയിട്ട്. പിന്നെ ഇപ്പോൾ കൂട് വന്ന് ആദ്യം ഈ അപ്പുറത്തെ ഡിവിഷനിൽ പിന്നെ ഇങ്ങനെ 2 പിടിച്ചിരുന്നു, പശുവിനെ പിടിച്ചിരുന്നു. ആ സമയത്ത് കൂട് പിന്നെ അവിടെ കൊണ്ടു വെച്ചു. അവിടെ വെച്ചിട്ട് ഇത് കുടുങ്ങിയില്ല. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഡിവിഷനിൽ പിന്നെ ഇങ്ങനെ വ്യാപകമായിട്ട് ആയത്. കഴിഞ്ഞ ദിവസം ഇവിടെ താഴെയും പിടിച്ച്. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഉപരോധമൊക്കെ നമ്മൾ വെറ്റിനറി കോളേജിൽ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇത് കടുവയാണ് സാധ്യത ഉണ്ട്. അതിൻ്റെ മുറിയുടെ ആഴം നോക്കിയിട്ട് പറഞ്ഞു ഇത് കടുവയാണ്. ഉറപ്പായി. അപ്പോൾ സംബന്ധിച്ചാൽ കടുവയെ അവർ ഇവിടുന്ന് അവിടെ താഴത്തുനിന്ന് കുറേ ആളുകൾ കണ്ടവരുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ പശുവിനെ പിടിക്കുന്ന അതേ ദിവസം രാത്രി 7 മണിയാകുന്ന സമയത്ത് ഈ താഴത്തെ കുണ്ടടിന്ന് താഴത്തെ അവർ കണ്ടു. അതിൻ്റെ ശേഷമാണ് ഇത് വന്നിട്ട് നമ്മൾ വന്ന് കയറി വന്ന് പ്രദേശം ഇപ്പോൾ ഈ കാടും കൂടെ തെളിക്കാതെ ഇട്ടേക്കുന്നത്. കാട് പിന്നെ ഇപ്പോൾ കാട് പിന്നെ പൊതുവെ വെസ്റ്റേൻ്റെ ഇതിൽ പിന്നെ പൈസ സാമ്പത്തികമായിട്ട് ഒന്നും നടക്കുന്നില്ല. പിന്നെ അത് കൊടുക്കാത്തതിൻ്റെ വർഷത്തിനുള്ളിൽ പിന്നെ ഇപ്പോൾ ഇത് പ്രതിസന്ധിയിലാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പണി നടക്കുന്നില്ല, പിന്നെ ഒന്നും ചെയ്യുന്നില്ല. തോട്ടമൊക്കെ കാട് കയറി കിടക്കുകയാണ്. രാത്രിയാണേലും ഇതിലൊന്നും നടക്കാൻ രാത്രി ഒരു കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:30, 6 മണി കഴിഞ്ഞാൽ ആരും ഈ മെയിൻ റോഡിൽ കൂടെ വരില്ല. ആദ്യം റോഡിൽ കൂടെ സഞ്ചാരം ഉണ്ടായിരുന്നു. എല്ലാവരും ടൗണിലേക്ക് പോകാൻ ഈ റോഡിൽ ഇങ്ങനെ പോയിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ പുറത്തേക്ക് കിടക്കുന്നില്ല. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കുറുകെ ചാടുന്നുണ്ട്. പിന്നെ പുലി ഇതിലിങ്ങനെ കുറുകെ ചാടുന്നുണ്ട്, ക്രോസ് ചാടുന്നുണ്ട്. ഇതിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ചോല നായ്ക്കളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആർക്കും അങ്ങനെ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ഭയമായിപ്പോയി. പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അവിടെ കണ്ടൊരു ചോല നായ്ക്കൾ പട്ടീനെ പിടിച്ചിട്ടുണ്ട്. പട്ടീനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ പട്ടീന്നല്ല, ആടുകളെ പിടിക്കുന്നുണ്ട്. നമ്മളെ വളർത്തുന്ന ആടുകളെ പിടിക്കുന്നുണ്ട്. പിന്നെ കാട്ടാടിനെ പിടിക്കുന്നുണ്ട്. പിന്നെ പന്നി, ഇതൊക്കെ പിടിക്കുന്നുണ്ട്. ശരിക്കും ഒരു വനം പോലെ ആയില്ലേ? വനം പോലെ തന്നെ ആയിപ്പോയി ഇത് തോട്ടം. തൊട്ട് മുന്നേ വേലായുധൻ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ പട്ടീനെയാണോ ആടിനെയാണോ തിന്നിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ റോട്ടിൽ ഛർദ്ദിച്ചതാണോ അതെയോ ഛർദ്ദിച്ചതാണെന്നാണ് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇതുണ്ടോ, ഇത് മൊത്തം രോമമാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് രോമമാണ് കേട്ടോ. ഇതൊന്നെങ്കിൽ പട്ടിയുടെ അല്ലെങ്കിൽ ആടിൻ്റെയാണ്. ഉണ്ടോ, എല്ലിൻ്റെ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ കാണാം. ഇത് റോഡിൻ്റെ നടുക്ക് കിടക്കുന്ന സാധനമാണ്. റോഡിൻ്റെ നടുക്കാണ് കിടക്കുന്നത്. ഇത് ഛർദ്ദിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വെള്ള കളർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഛർദ്ദിച്ച് കക്കിയിട്ട് ഭക്ഷണം ദഹിക്കാതെ വന്നപ്പോൾ അങ്ങാണ്ട് കക്കിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. മൊത്തം രോമങ്ങളാട്ടോ. അതുപോലെ എല്ലിൻ്റെ പൊടിയൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് ഈ റോട്ടിലാണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. റോഡിൻ്റെ നടുക്കാണ് ഈ സംഭവം നമ്മൾ കാണുന്നത്. ഈ ചോലനായ്ക്കളാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ വേലായുധൻ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഇത് ഈ റോഡാണിത്. നമ്മളിപ്പോൾ വേലായുധൻ ചേട്ടനെ കണ്ട ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ്, ഇവിടെയായിട്ടാണ്. ഇതൊക്കെ ഇതേപോലത്തെ തേയിലത്തോട്ടങ്ങളാണ്. പക്ഷേ ഈ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണണമെങ്കിൽ നിങ്ങളിത് ഇത് നോക്കിയാൽ മതി. ഇതേപോലെ കാട് വളർന്നിരിക്കുക കേട്ടോ. ഇതേപോലെ കാടുകൾ ഇങ്ങനെ അനിയന്ത്രിതമായി വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തൊക്കെ ജീവികളാണ് ഇവിടെ ഉള്ളതെന്നൊന്നും ആർക്കും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. ഏതായാലും കടുവേനെ പിടിക്കാനായിട്ട് കൂട് സ്ഥാപിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കടുവ കൂട്ടിൽ കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം കടുവ പിടിച്ച ആ ഒരു പശുവിനെ അതിലിട്ടിട്ട് പോലും കടുവ അതിൻ്റെ അകത്ത് കയറിയില്ല. ഇപ്പോൾ ഏതായാലും ആടിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കടുവ അതിൻ്റെ അകത്ത് കയറുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മളിനി നോക്കിയിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ പുൽപ്പള്ളി കാപ്പിസിറ്റി ഭാഗത്തെ കടുവയുടെ ആ ഒരു പ്രശ്നവും കണ്ടു. അപ്പോൾ എല്ലാ വർഷവും ഒരു ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയം ഇപ്പോൾ ഭയങ്കരമായിട്ട് കടുവ ശല്യം രൂക്ഷമാകുന്ന ഒരു സീസണായിട്ടാണ് ഈ ഒരു സമയം അറിയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും
ദിവസം എന്ന് പറയുന്ന പോലെ ഓരോ വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചാനലിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നിരന്തരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് സൗണ്ടിനൊക്കെ പ്രശ്നം വന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ സൗണ്ട് ശരിയാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.